നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും ഒരു ഉച്ച വരെയുള്ള വിശേഷങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കാര്യം ഇതൊരു വീക്കെൻഡിലെ വീഡിയോ ആണ്. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. വളരെ പതിയെ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ലഞ്ചിനൊരു സ്പെഷ്യലായിരുന്നു ഉണ്ടാക്കിയത്. നമുക്ക് വീക്കെൻഡിലാണല്ലോ നമ്മുടെ ഓരോ പരീക്ഷണങ്ങളൊക്കെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രോപ്പർ റുട്ടീനൊന്നും അല്ലായിരുന്നു. കുറച്ച് നേരം കിടന്നുറങ്ങി, പുറത്തൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് വൈകുകയൊക്കെ ചെയ്തു. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ ഞാൻ കുറച്ച് നല്ല വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അപ്പവും ചമ്മന്തിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. നല്ല ലൂസ് ചമ്മന്തി അല്ല, കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്ന ചമ്മന്തിയാണ്. അതും നമ്മൾ കടുക് വറുത്ത അങ്ങനത്തെ ചമ്മന്തിയല്ല, പച്ച ചമ്മന്തിയാണ്. മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇങ്ങനെ അപ്പത്തിൻ്റെ കൂടെ കല്ലിലരച്ച ഇതേ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ചമ്മന്തി കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്തു. വെറുതെ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. ഇപ്പോഴേ ഞാൻ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് കറിയും അങ്ങനെയൊക്കെ 2-3 കറികൾ ഉണ്ടാക്കുന്നതിന് പകരം ഒറ്റയടിക്ക് ബീഫ് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ കുഞ്ഞ് ജീരക റൈസാണ്. അത് ഞാനൊന്ന് വൃത്തിയായി അതിൻ്റെ വൈറ്റ് കളറ് മാറുന്ന വരെ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചു. ബാക്കിയെല്ലാം ചെയ്യുന്ന സമയത്തേക്ക് റൈസ് അങ്ങനെ കുതിരാൻ വെച്ചു. ഇനി നമ്മുടെ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ കുറച്ചധികം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കടയിൽ വാങ്ങുന്ന പോലെ തന്നെ വീട്ടിലാക്കിയെടുക്കാൻ പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ചധികം നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ തന്നെ പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മുട്ട റെഡി ആയിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ബീഫ് കറിക്കും പിന്നെ റൈസിന് വേണ്ടിയിട്ടുള്ള സവാളയും എല്ലാം മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തു നൈസായിട്ട് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ കുക്കറിൽ ബീഫ് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. അതിൽ ഞാൻ എടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പകുതി പേസ്റ്റ് അതിലിട്ടു. കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടു. പിന്നെ അതേ മീറ്റ് മസാല ഇട്ടു, ഗരം മസാല ഇട്ടു. ഇത്രയും ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഞാനതൊന്ന് കുറച്ച് വെള്ളം കൂടെ, നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ച ഇതിലൊന്ന് വെള്ളം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കുക്കറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള, ബിരിയാണിയിൽ റൈസിന് വേണ്ടി മാത്രമല്ല ഇത് യൂസ് ചെയ്യണേ, കറിയിലും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ്, പിന്നെ 1 സ്പൂൺ നെയ്യ് അതിലൊഴിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ഉള്ളി നല്ല ഗോൾഡൻ കളറാവുന്ന വരെ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. ആ സമയത്തേക്ക് നമുക്ക് ബീഫ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വയ്ക്കുന്നത്, ദമ്മായിട്ടല്ല. സെറ്റ് ചെയ്യാൻ നേരത്ത് ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് ബീഫ് റോസ്റ്റും. കാര്യം റൈസ് കഴിഞ്ഞാലിപ്പം നമുക്കിപ്പം പിറ്റേ ദിവസത്തേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉള്ളി വഴണ്ടുന്ന സമയത്ത് ഞാനവിടെ അപ്പുറത്ത് പപ്പടം കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് നല്ല കുഴഞ്ഞ് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളി നല്ല ലോ ഫ്ലെയിമിലിട്ട് ആ സമയത്താണ് ഞാൻ പപ്പടം കാച്ചാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെന്ത് വന്ന ബീഫിനെ ആ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട്, അതായത് നമ്മുടെ വെള്ളമില്ലാണ്ട് വെള്ളത്തിൻ്റെ ആ പാർട്ട് മാറ്റിയിട്ട് ബീഫ് മാത്രമായിട്ട് ഞാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് ചൂടാക്കി. വെളിച്ചെണ്ണ മാത്രം, അതിൽ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. വെളിച്ചെണ്ണ പാനിൽ ചൂടാക്കിയിട്ട് ഈ ബീഫ് മാത്രം, അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് മാത്രമായിട്ട്
ഞാനൊന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഒന്നുമല്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അടി പിടിക്കാതിരിക്കാനെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബീഫ് നന്നായിട്ട് വഴറ്റുന്നുണ്ടായിരുന്നു. കണ്ടോ, ആ ബീഫിൻ്റെ നിറം മാറി ഒരു ചെറിയൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴേക്കും ഞാനതിൽ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവില്ലാത്ത മുളക്, അതായത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ എരിവുള്ള മുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച ബീഫ് അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്റ്റോക്കില്ല, അതായത് ബീഫ് വേവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒന്ന് സെറ്റാവും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു, ഞാൻ ആ വറുത്ത് വെച്ചിരുന്ന സവാള ഇതിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ഇട്ടപ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി കുറച്ച് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ, നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നമ്മൾ ആ സവാള വറുത്ത എണ്ണ കുറച്ച് മാറ്റിയിട്ട് കുറച്ചെടുത്ത് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം ഒന്ന് കളറൊക്കെ മാറി വന്നപ്പോഴേക്കും ഞാൻ നേരത്തെ റൈസ് എടുത്ത അതേ ഗ്ലാസ്സിൽ 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞിട്ട് കുതിരാൻ വെച്ചിരുന്ന റൈസും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ വെള്ളം തിളച്ച് വന്ന ടൈമിൽ ഞാനത് എടുക്കാൻ മറന്നു, ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വെച്ച് ഞാനത് അടച്ച് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഞാൻ ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് ഞാൻ ഇതിൽ ഇടാറുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നു പോയതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ല. സവാളയും തക്കാളിയും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല ക്രീമി ആയിട്ടുള്ള കേർഡ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ റൈസൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ പുഴുങ്ങിയ മുട്ടയും കൂടെ അതിൽ പുറത്തുകൂടെ വെച്ചിരുന്നു. അപ്പോൾ നമുക്കിനി ബിരിയാണി നമുക്ക് പ്ലേറ്റിലാക്കാം. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് റൈസ് ഇട്ടു. ആവശ്യത്തിനുള്ള റൈസ് ഇട്ടിട്ട് ഒരു മുട്ടയും കൂടെ അതിൽ വെച്ചു, അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ നല്ല തിക്കായിട്ടുള്ള ഒരു ബീഫ് ഗ്രേവി, ആ ബീഫ് റോസ്റ്റും കൂടി അതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മേലെ റൈസ് വെച്ചു. ഇതൊന്ന് നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ശരിയാകുമോ എന്നറിയില്ലായിരുന്നു, പക്ഷെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ബിരിയാണി. കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മൾ ബിരിയാണിയുടെ കൂടെയുള്ള സലാഡും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.